بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, റമദാനിന് മുമ്പ് അൽ ബഖറയിലെ 245 ആയത്താണ് സെൻറ്ററിൽ നമ്മൾ പൂർത്തിയാക്കിയത്. അവസാനം നമ്മൾ പറഞ്ഞു വെച്ച ആയത്ത് അത് ജനറലായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹുവിന് ആരുണ്ട് നല്ല കടം കൊടുക്കാൻ? അള്ളാഹു തആല കടം കൊടുക്കുന്ന വ്യക്തിക്ക് ഇരട്ടിയായിട്ട് അള്ളാഹ് തിരിച്ചു തരും. അള്ളയാണ് പിടിച്ചു വെക്കുന്നതും അള്ളയാണ് പരത്തുന്നതും ഒക്കെ അള്ളാഹുവിങ്കലേക്കാണ് എല്ലാവരും മടങ്ങുന്നത്. അന്നേ സൂചിപ്പിച്ചിരുന്നു. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ റമദാനിൽ ഏറ്റവും നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ചെയ്തതുമായ ഒരു കാര്യമാണ് അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുക്കുക. അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ് തന്ന പണം ചെലവഴിക്കുക. ഒരിക്കലും പണത്തെക്കുറിച്ച് നമ്മുടെ പണം എന്ന്, എൻ്റേതോ നിങ്ങളുടേതോ പണം എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. ധനവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും ഖുർആൻ എങ്ങനെ സൂചിപ്പിച്ചത്? വ അൻഫിഖു മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹ് തന്നതാണ്. ആരും ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുറേ റിയാലും കയ്യിൽ വെച്ചിട്ട് ആരും വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇനി നാളെ ആരെങ്കിലും ശ്വാസം നിന്ന് മരിച്ചു പോവുകയാണ്, ആരും മയ്യത്ത് കെട്ടിൽ പണം അടക്കി വെച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുവെക്കലുമില്ല. അപ്പോൾ നമുക്ക് വരുമ്പോൾ ഇല്ലാത്തതാണത്, പോകുമ്പോൾ കൊണ്ടുപോയിട്ട് ഉപകാരമില്ലാത്തതാണത്. അതിനിടക്ക് നമ്മളിൽ ഒരു ജീവിത ക്രമീകരണത്തിന്, പരീക്ഷണത്തിന് വേണ്ടി കുറച്ചാളുകൾക്ക് അള്ളാഹ് കൊടുത്തു, കുറച്ചാളുകൾക്ക് ഇത്തിരി താഴ്ത്തി, കുറച്ചാളുകൾക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എല്ലാവർക്കും ഒരുപോലെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ലോകം നിലനിൽക്കില്ല. ഈ ഏറ്റ വ്യത്യാസങ്ങൾ വേണം. ജോലിക്കാരനും വേണം, മുതലാളിയും വേണം. ഇങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾക്ക് തന്ന പണത്തിൽ നിന്ന് ആരെങ്കിലും അള്ളാഹ്ക്ക് കൊടുത്താൽ അള്ളാഹ് അത് കൊണ്ടുപോകല്ല ചെയ്യുന്നത്, നമ്മൾക്ക് ഇരട്ടിയായിട്ട് തരും. എത്രത്തോളം? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഖുർആനിക ആയത്തിൽ വന്ന ഒരു ഉദാഹരണം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ 1 റിയാൽ ചെലവഴിച്ചാൽ അതിനെ 7 എണ്ണാക്കി അള്ളാഹ് മാറ്റും. അപ്പോൾ എത്രയായി? 7 റിയാലായി. ഈ 7 റിയാലിലും ഓരോ റിയാലിലും 100 ഹബ്ബകൾ, 100 ധാന്യമണികൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒന്നിൽ തന്നെ 100ആയി. അപ്പോൾ എണ്ണത്തിൽ എത്ര ഉണ്ടാകും? 700. അപ്പോൾ ഒരു റിയാൽ നമ്മൾ കൊടുത്താൽ 700 എണ്ണത്തിൻ്റെ കൂലി. ഒരു വെള്ളം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ബോട്ടിൽ വെള്ളം കൊടുത്താൽ ഒരു ബോട്ടിൽ വെള്ളം കൊടുത്ത കൂലിയല്ല നമ്മൾ കിട്ടുക. എത്രയാണ് കിട്ടുക? 700. ഇപ്പം നമ്മൾ ഇത് ആലോചിച്ചിട്ട് വേണം പിടിച്ചു വെക്കുമ്പോൾ, അല്ലേ? നമ്മൾ 7 എണ്ണം കൊടുക്കുമ്പോൾ പിടിച്ച് 1ലേക്ക് ചുരുക്കുകയാണ്. അതന്നെ മുറിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. അല്ല, 1 കൊടുക്കുമ്പോൾ ഇത്ര കൂലി കിട്ടെങ്കിൽ എനിക്ക് എത്ര അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുമോ എല്ലാം അവിടെ ബാക്കിയുണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ആരാണ് സ്വന്തം പണത്തേക്കാൾ അനന്തര സ്വത്തിനെ ഇഷ്ടപ്പെടുന്ന ആരാ ഉള്ളത്? അപ്പോൾ എന്താ അനന്തര സ്വത്തിനെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ റസൂൽ വിശദീകരിച്ചു. നിങ്ങൾ എന്തെങ്കിലും ചെലവഴിച്ചെങ്കിൽ അത് ആരുടെ സ്വത്തായി? നിങ്ങളെ സ്വത്തായി. നിങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കുന്ന സ്വത്ത് ആരുടെ സ്വത്താ? ശരിക്കും അനന്തര സ്വത്ത്. കാരണം നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടോ? അത് മറ്റവരെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഇറുക്കി പിടിച്ചു വെക്കുന്നത്, പിശുക്കി വെക്കുന്നതൊക്കെ ഈ ശ്വാസം നിന്നാൽ വേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്വത്തിന് അല്ല. ബുദ്ധിമാൻ എന്ന് പറയുന്നത് താൻ മരിച്ചാലും തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉപകാരം കിട്ടുന്ന കർമ്മത്തിലേക്ക് നടക്കുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല വ്യക്തി. ഒരു ഹദീസ് കൂടി കേൾപ്പിച്ചിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ച് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കും. 7 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിൽ കൂലി കിട്ടും. ഇത് കേൾക്കുന്ന ആണും പെണ്ണൊക്കെ പഠിച്ചു വെച്ചോ. 7 കാര്യം എണ്ണി പഠിച്ചു. 7 കാര്യം നമ്മൾ ചെയ്താൽ ദുനിയാവിൽ
നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മൾ മരിച്ച് ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒന്ന് മൻ അല്ലമ ഇൽമ, ഒരറിവ് വേറെ ആൾക്ക് എത്തിക്കുക. അത് വായിച്ചും കൂടി നോക്കാണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതല്ല കേട്ടോ, ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം. നമ്മൾ ഏതെങ്കിലും വെള്ളം അമർത്തിക്കായിട്ട് കാര്യമില്ല അല്ലേ. നല്ലൊരറിവ് നമ്മൾ പഠിക്കുക, കേൾക്കുന്ന അറിവ് വേറെ ആൾക്ക് കൈമാറുക. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ കുറേ നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചതാണ്. ഈ കൂലിയൊക്കെ ആർക്കും കിട്ടും? അദ്ദേഹത്തിന് കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഉസ്താദിന് കിട്ടും. ഇതെവിടം വരെ പോകും? ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വരെ ഇത് പോവുകയാണ്. റസൂലുള്ളാഹിക്ക് ലോകത്ത് ഏത് മുസ്ലിം എന്ത് നന്മ ചെയ്താലും കൂലി കിട്ടും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതിൻ്റെ മഹത്വം. അപ്പം നമ്മൾ ഒരാൾക്കായി നമ്മുടെ മക്കളെ പഠിപ്പിച്ചു, നമ്മളെ കൂട്ടുകാരെ പഠിപ്പിച്ചു, നമ്മളങ്ങ് മരിച്ചുപോയി. ഇത് കോടിക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യും? കോടിക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടും. നമ്മൾ മരിച്ചാലൊക്കെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തത് ഔ കെറാ നെഹ്റ, നമുക്ക് അത്ര പ്രാധാന്യം മലയാളികൾ കാണാത്ത ഒന്നാണ് ഈ തോട് വെട്ടി കൊടുക്കുക. മൂന്നാമത്തത് ഹെഫറ ബിറ, കിണർ കുഴിച്ചു കൊടുക്കുക. വലിയ പുണ്യമാണ് കിണർ കുഴിക്കുക. അത് വെള്ളം കൊടുക്കുക എന്നാ, കുളിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത്, അലക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത്, പിന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ഒരാൾക്ക് വല്ലാതെ ആവശ്യം വരുന്ന ഒന്നാണ്. നമ്മൾക്കത് ഉള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കലില്ല, ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ബക്കറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞാലും പിന്നെയും ബാക്കിയുണ്ടാവും. ഉള്ള സമയത്ത് അല്ലേ പല്ലിയാക്കാൻ ചിലപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം തികയില്ല. നമ്മൾ നഷ്ടപ്പെടുത്താണത്. ഈ നിലയിലല്ല. ഈ വെള്ളമില്ലാത്ത പ്രദേശത്ത് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കൂലിയൊന്നല്ല, മരിച്ചാലും ഖബറിൽ കിട്ടുന്ന കൂലിയാണ്. 3 കാര്യം പറഞ്ഞു. ഒന്നെന്തായിരുന്നു? അറിവ് പഠിപ്പിക്കുക. 2 തോട് വെട്ടി കൊടുക്കുക. 3 കിണർ കുഴിക്കുക. 4 ഔറസ നഖ്ലൻ, ഒരു ചെടി നടുക. നഖൽ ചെടി ഈത്തപ്പന എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഹദീസിൽ കാണാം, നിങ്ങൾ ചെടി നട്ടു, ഒരു ചെടി നട്ടാൽ അത് വലുതാകും. ചിലപ്പോൾ അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും, കള്ളന്മാർ കട്ട് കൊണ്ടുപോകും, നിങ്ങൾ ദാനം കൊടുക്കും, നിങ്ങൾ എന്തു ചെയ്യും കൊടുക്കും, ഇതിനൊക്കെ കൂലി ഉണ്ടാവും. നമ്മൾ പറയില്ലേ, ഒരു മാങ്ങ തിന്നിട്ട് അതിൻ്റെ അണ്ടി ഒരു ഭാഗത്തേക്ക് എറിഞ്ഞു, അതൊന്ന് വലുതായി, അതിൽ നിന്ന് പക്ഷികൾ കിളികൾ കൊത്തിക്കൊണ്ടാൽ നിങ്ങൾ കാരണം കൊണ്ട് ഒരു ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും കൂലി, മരിച്ചാലും കൂലി. എത്ര വരെ കൂലിയുണ്ട്? ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കൂലി നിങ്ങളെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയും പിന്നെ പ്രാധാന്യവും പുണ്യവും ഉള്ളൊരു വിഷയമാണത്. 5ാമത് പറയുന്നു ഔ വറസ മുസ്ഹഫ, ഒരു മുസ്ഹഫ് അനന്തരായിട്ട് കൊടുക്കുക. നമ്മളെ വകയായിട്ടൊരു ഖുർആൻ ആർക്കെങ്കിലും കൈമാറുക. കുറേ പള്ളികളുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഖുർആൻ 25 റിയാല ഇത് വഖഫ് ചെയ്യാൻ. ഈ നമ്മളെ ഇവിടെ ജാമിയ കബീറിൻ്റെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പൂട്ടിപ്പോയി. നമ്മൾക്ക് ലോകത്തുള്ള പല രാജ്യങ്ങളിലെ പള്ളികളിലേക്കും ഈ ഖുർആൻ ഇങ്ങനെ വഖഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഖുർആൻ മേടിച്ചിട്ട് നാട്ടിലത്തെ ഏതെങ്കിലും പള്ളിയിൽ വെക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പള്ളിയിൽ വെക്കുക. ഇതിൽ അലിഫ് ഓതിയ 10 കൂലിയുണ്ട്, അലിഫ് ലാമീൻ ഓതിയ 30 കൂലിയുണ്ട്. നമ്മുടെ വകയായിട്ടൊരു ഖുർആൻ ഏതെങ്കിലും പള്ളിയിൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ, അള്ളാൻ്റെ ഒരു പള്ളി നമ്മുടെ ഖുർആൻ ഇപ്പോൾ നാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഖുർആൻ ഓതും തോറും നമ്മൾക്ക് കൂലിയാണ്. ആരെങ്കിലും ചെയ്തവരുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ എത്ര നന്മ നമ്മൾ നഷ്ടപ്പെടുത്തി അല്ലേ. ഈ ഖുർആൻ ആ നിലയ്ക്ക് ചെയ്യുക. ഇനി ഖുർആൻ്റെ കൂടെ ഖുർആൻ്റെ പരിഭാഷയും കൂടിയാണെങ്കിലോ അർത്ഥം പഠിക്കും. അതിൻ്റെ കൂടെ വിശദീകരണം കൂടി ഉണ്ടെങ്കിലോ അതിൻ്റെ കൂലി കിട്ടും. നമ്മൾ നല്ല ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന പണിയാണ്. ഇപ്പം നമ്മൾ അമാനി മൗലവിൻ്റെ തഫ്സീർ എടുത്ത് വായിക്കുന്നത്, അദ്ദേഹം മരിച്ചിട്ട് കാലത്രേ ഈ കൂലിയൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഇതിനു വേണ്ടി അധ്വാനിച്ചവരൊക്കെ മെഴുകുതിരി കത്തിച്ച് എഴുതി വെക്കുകയാണ് പരിഭാഷ അല്ലേ. ആ സമയത്ത് എഴുതി വെക്കുകയാണ്. ആ കൂലികളൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുക. ഇമാം ബുഖാരിയുടെ ഖബറിൽ എത്ര കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലേ. ഓരോരോ ഗ്രന്ഥങ്ങൾ, പിന്നെ എത്ര ഷെയ്ഖ് ഇബ്നു ബാസ്, പിന്നെ അവർക്കൊക്കെ കിട്ടുന്ന നന്മകൾ എത്രയായിരിക്കും. പണ്ഡിതന്മാരെല്ലാവരും അല്ലേ. അതാ മാത്ത ഹുസാനുൽ അംവാൽ, ഒരുപാട് പണക്കാർ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ വബഖിയ ഹുസാനുൽ ഇൽം, അറിവുള്ള എത്രയോ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണക്കാരൻ മരിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് അവനെ മറക്കും. ഈ അവനോട് കടം മേടിച്ച ചങ്ങാതി വേറെ ആളെ തിരഞ്ഞു പോയിട്ടുണ്ടാവും, പിന്നെ അവനെ ചിന്തിക്കുകയും കൂടിയില്ല. അറിവ് അങ്ങനെയല്ല. അത് മരണം, അയാൾ ആ പണ്ഡിതൻ മരിച്ചാലും ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇൽമ് കൊണ്ട് ഓർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വറസ മുസ്ഹഫ, ഒരു മുസ്ഹഫ് നമ്മൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും വെക്കുക. പോകുമ്പോൾ കാരണം ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒന്നും കൂടി പറയാണ്, പോകുമ്പോൾ നാട്ടിൽ പോകാൻ നോക്കുമ്പോൾ പരിഭാഷ ഉണ്ടോ ജാലിയാത്തിലെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന അവിടെ ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കും. അവസാനം ലഗേജ് കൊട്ടുനോക്കിയാൽ കെട്ടി നോക്കുമ്പോൾ ലഗേജിനുണ്ടാവും 2 കിലോ എക്സ്ട്രാ. അപ്പോൾ ആദ്യം മാറ്റി വെക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആനായിരിക്കും. 6 മാസത്തെ ലീവിനാണ് പോയത്, അല്ലെ 3 മാസത്തെ ലീവിനാണ് പോയത്, തിരിച്ചു വരുമ്പോഴത്തേക്ക് പൊടിയിൽ മുങ്ങിയിട്ടുണ്ടാവും
നമ്മളെ അവസ്ഥ ഇത് മലയാളികളുടെ അങ്ങനെയല്ല. നമ്മൾക്ക് ആ നിയ്യത്ത് ഉണ്ടാക്കുക, ആ നിലക്ക് ചെയ്യുക. 6 റസൂലുള്ളാഹി പറയുന്ന ഔബന മസ്ജിദ, ഒരു പള്ളി നിർമ്മിക്കുക. പള്ളി നിർമ്മിച്ച ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഉണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കാത്തത്? നമുക്ക് കഴിയൂല എന്നുള്ളത് കൊണ്ടല്ലേ. നമുക്ക് താങ്ങൂല. പക്ഷെ നമ്മൾക്ക് താങ്ങും ഒരു പള്ളി ഉണ്ടാക്കാൻ. 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ പള്ളി ഉണ്ടാക്കാം. ഒറ്റയ്ക്ക് വേണ്ട, 2 കൂടി ചെയ്യാം, 3 കൂടി ചെയ്യാം. എന്താ പള്ളി ഉണ്ടാക്കിയാലുള്ള കൂലി? അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ സ്വർഗത്തിലൊരു വീട് അള്ളാഹുവിന് ഉറപ്പായിട്ട് നിർമ്മിക്കും. ഉറപ്പാണത്. അത് ആരും കാണാനോ കേൾക്കാനോ ഒന്നുമല്ല. നമ്മൾക്കിനി ഒറ്റയ്ക്ക് പള്ളി നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന് കൂട്ടിക്കോ. അള്ളാൻ്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ മഹലിലൊക്കെ പള്ളിയിലെ ആ പള്ളിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടറിഞ്ഞിട്ട്, എന്തെങ്കിലും ഒന്ന് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പള്ളീൻ്റെ അവസ്ഥ എന്താ? ഒരു ഫാന് കേടായാൽ അത് കുറേ കാലം നിൽക്കും. വീട്ടിലാണെങ്കിലോ വൈകുന്നേരത്തേക്ക് ശരിയാക്കിയിട്ടുണ്ടാകും. പണ്ടങ്ങനെയല്ല. നാട്ടുകാരുണ്ടാക്കിയ പള്ളി എല്ലാവർക്കും ചൂരുണ്ടാകും. ഒരു ബാങ്ക് മുടങ്ങിയാൽ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആൾ വല്ലാതെ പ്രയാസപ്പെടും. ഇന്നങ്ങനെയല്ല. ഇന്ന് ചോദിക്കാൻ ആരുമില്ല. ഒക്കെ അറബീൻ്റെ പൈസയാണ് ഇമാമിൻ്റെ ശമ്പളം. അതുപോലെ തന്നെ പള്ളി നിർമ്മിക്കുമ്പോൾ തന്നെ 2 മുറി കടയുണ്ടാക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നോമ്പോർക്ക് ഫണ്ട് വരുന്നു, ഉളുഹിയത്തിൻ്റെ ഫണ്ട് വരുന്നു. ആർക്കും ഒന്നും ചൂടില്ല. അങ്ങനെയല്ല. നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു പള്ളി എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ പള്ളി, നിസ്കരിക്കാൻ പറ്റുന്നൊരു പള്ളി നമ്മൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ഞാൻ മരിച്ചാലും ആ പള്ളി അവിടെ നിലനിൽക്കണം, അതിൻ്റെ കൂലി എനിക്ക് കിട്ടണം, അതിലെ നിസ്കാരം, അതിലെ ഇഅ്തികാഫ്, അതിലെ സുജൂദ്, അതിലെ ഖുർആൻ പാരായണം, എല്ലാത്തിൻ്റെ കൂലിയും കിട്ടണം. ആണിനും കിട്ടണം, പെണ്ണിനും കിട്ടണം. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറയാൻ പെണ്ണുങ്ങൾക്ക് കഴിയില്ല എന്നാരും ചിന്തിക്കേണ്ട. റസൂലുള്ളാഹിയുടെ മദീനത്തെ പള്ളിയിലേക്ക് ഒരു സ്ത്രീയാ പറഞ്ഞത്, ഞാനൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ റസൂലെ? കുഴപ്പമില്ല, ഉണ്ടാക്കി തന്നു. ഒരു പെണ്ണാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു കൊടുത്തത്? ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്തത്. നമ്മൾ ആ നിലക്ക് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതാണ് 6. 7 ഒന്നുകൂടി ഗൗരവമാണ്. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലി അബീഹി. 7ാമത്തെ കാര്യം അതാണ്. ഒരു മകനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ വിട്ടേച്ചു മരിക്കുക. ഈ മകളുടെ പ്രത്യേകത എന്താണ്? യസ്തഗ്ഫിറു ലി അബീഹി, ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന, ദുആയിൽ ഇസ്തിഗ്ഫാർ, മാപ്പ് ചോദിക്കുന്ന കുട്ടിയാണ്. അഥവാ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ, ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ അവർ മരിച്ചാലും പടച്ചോനെ ഉമ്മാക്ക് ഉപ്പാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയുന്ന മക്കൾ, ഇവരെ ബാക്കിയാക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. നമ്മൾ ശ്രമിക്കുന്നതൊക്കെ എൻ്റെ മോൻ എന്തായിരുന്നാലും MBBS തന്നെ പഠിക്കണം, അവന് മെറിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ എത്ര പണം കൊടുത്തിട്ടും ചെയ്യും. അത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണ്. മോനിക്കോ മോൾക്കോ താല്പര്യം ഉണ്ടാകില്ല. പക്ഷെ ഇവരുടെ സ്റ്റാറ്റസ് പ്രശ്നമാണ്. ഇവരിതാകണം, ഇവർ എൻജിനീയർ ആകണം, ഇന്നതാകണം, എല്ലാം. നമ്മൾക്ക് അങ്ങനത്തെ ഒരുപാട് മോഹമുണ്ട്. പക്ഷേ ആ സമയത്തും ഉമ്മയോ ഉപ്പയോ ചോദിക്കുന്നില്ല. ഉമ്മയോ ഉപ്പയോ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന് മക്കളോട് ചോദിക്കുന്ന ഉമ്മ ഉപ്പ എത്ര ആൾക്കാരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഡെയിലി ഈ ചെറുപ്പത്തിലേ നമ്മൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മക്കൾ ഡയറി നോക്കി ശീലിക്കുന്നുണ്ട്, പലതും ചോദിച്ച് ശീലിക്കുന്നുണ്ട്, സർക്കുലർ വന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ചോദിക്കലുണ്ടോ ഉമ്മക്കുപ്പക്ക് വേണ്ടി ദുആ ചെയ്യലുണ്ടോ? നമ്മളെന്താ ചിന്തിക്കാത്തത്? പരലോകത്ത് രക്ഷിതാക്കൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം. കാരണം ചോദിക്കുമ്പോൾ അല്ലാഹ് പറയുന്നത് എന്താണ്? ബിസ്തിഗ്ഫാരി വലദിക്, നിൻ്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. എല്ലാം ചെയ്തോട്ടെ, എല്ലാം പഠിച്ചോട്ടെ. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഈ 7 കാര്യങ്ങൾ, ഇപ്പോൾ 7 കാര്യങ്ങളാണ് പഠിച്ചത്. 1 അറിവ് നൽകുക, തോട് വെട്ടുക, കിണർ കുഴിക്കുക, ചെടി നടുക, മുസ്ഹഫ് അനന്തരം നൽകുക, പള്ളി നിർമ്മിക്കുക, നല്ല മക്കളെ ബാക്കിയാക്കിയിട്ട് മരിക്കാൻ കഴിയുക. ഇതാണ് മരണശേഷവും നമ്മൾക്ക് നിലനിൽക്കുന്ന പ്രതിഫലമായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വന്ന ആയത്ത് അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുക്കുന്നത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. ഈ നിലയിൽ പള്ളിയാണ്, ഖുർആന് വേണ്ടിയാണ്, ആ നിലയിലാണ് നമ്മുടെ ധനം പോകുന്നതൊക്കെ എങ്കിൽ അള്ളാഹ് പിടിച്ചു വെക്കുന്നല്ല പറഞ്ഞത്. അള്ളാഹ് ഇരട്ടിക്കിരട്ടിയായിട്ട് തരും. 1 റിയാലിന് കൂലി എത്ര കിട്ടുക? 700. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഞാൻ കേൾപ്പിച്ചിരുന്നു. അള്ളാഹു നിങ്ങളിൽ ഒരാൾ ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അള്ളാഹു ആ സ്വതക്ക ഇങ്ങനെ വളർത്തും. നമ്മൾ കൊടുത്ത റിയാൽ, 1 റിയാലല്ല അള്ളാഹിൻ്റെ അടുത്ത് ഉണ്ടാകുക. അതിന് അള്ളാഹ് ഇങ്ങനെ വളർത്തി വളർത്തി പരലോകത്തിൽ നോക്കിയാൽ വലിയ പർവ്വതം പോലെയാകും പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്ത ദാനം. അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലൂടെ അള്ളാഹ് പറയുന്നത്. ഇനി മറ്റൊരു വിഷയമാണ്. ഇത് വ്യക്തമായില്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. സ്ത്രീകൾക്കുണ്ടെങ്കിൽ എഴുതി ചോദിക്കുക.
എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ? ചോദിച്ചത് അമുസ്ലിങ്ങളൊക്കെ മരം നടലും ഇതുപോലെ തന്നെ പിന്നെ ജനറൽ സോഷ്യൽ വർക്കുകളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കലുണ്ട്, അവർക്ക് കൂലി കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഏത് നന്മയും അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ 3 കണ്ടീഷൻ ഒക്കണം. 1, അവർ ഈമാൻ ഉണ്ടായിരിക്കണം, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. 3, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിക്കുകയും വേണം. ഇത് 3 ഉണ്ടായിരിക്കണം. അതിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നന്മയാണ്. പക്ഷെ ഏറ്റവും വലിയ നന്മ സൃഷ്ടിച്ച സൃഷ്ടാവിനെ എന്ത് ചെയ്യല? ആരാധിക്കലാണ്. അത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്ത്? നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, അവർ ആ കുടുംബത്തിലായിട്ടില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനോടൊരു കരാറ് പറഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഞാനും നിങ്ങളും ഈ ശരീരവുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ലോകത്ത് വെച്ച് അള്ളാഹ് എന്നോടും നിങ്ങളോടൊക്കെ ചോദിച്ചു, ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് അതെ എന്ന് പ്രതിജ്ഞയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തത്? അള്ളാഹ് പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ള എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞത്. മുസ്ലിമായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. ഒരു കുട്ടി ജനിക്കപ്പെട്ടിട്ട് ഒരു കാട്ടിലാണെന്ന് കൂട്ടിക്കോ, ആരും ആ കുട്ടീൻ്റെ അടുത്തില്ല, ഒരാളും ആ കുട്ടിക്ക് ഇസ്ലാമിനെ പറ്റിയോ പിന്നെ വേറെ മതങ്ങളെ പറ്റിയോ ആരും ആ കുട്ടീനെ പരിചയപ്പെടുത്തുന്നില്ല. ആ കുട്ടി സ്വാഭാവികമായിട്ടും ആരോട് ദുആ ചെയ്യുന്ന കുട്ടിയായിരിക്കും? അള്ളാഹിനോട്. കാരണം പ്രകൃതി അതാണ്. ഒരു കുതിരക്കുട്ടി ജനിച്ചാൽ ആ കുതിരക്കുട്ടിക്ക് അറിയാം ഞാൻ ചാടേണ്ടതാണ്, ഓടേണ്ടതാണ്. ഇതുപോലൊരു മനുഷ്യക്കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കറിയാം ഞാൻ ആരോടാ ദുആ ചെയ്യേണ്ടത്, കൈ പൊക്കേണ്ടത് ആകാശലോകത്തേക്ക്. അത് കുട്ടിയുടെ അത് പ്രകൃതിപരമായിട്ടുള്ള ഒന്നാണത്. അത് പിന്നെ മാതാപിതാക്കളും സാഹചര്യങ്ങളൊക്കെ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ്. അത് അംഗീകരിച്ചാലേ സ്വീകരിക്കൂ. അതുകൊണ്ട് നമ്മൾക്കും ആ വിശ്വാസം വേണം. മുസ്ലിം പേരല്ല ഉദ്ദേശിക്കുന്നത്, ആ മുസ്ലിം പേരല്ല ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിക വിശ്വാസമാണ് ഉദ്ദേശിക്കുന്നത്. ആയില്ലേ? ഇനി അടുത്ത ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ ഇലൽ മലഇ മിൻ ബനീ ഇസ്രായീല മിൻ ബഅദി മൂസാ إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. ഞാൻ ഓരോ ആയത്തുകളാണ് എടുത്തു പോകുന്നത്. നമ്മുടെ സമയപരിധിയും വിഷയം നമ്മൾ ഈ റമദാനിൽ ഒരു സ്പെഷ്യൽ ആയ നിലക്കാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇസ്ലാമിൽ പിന്നെ കുറേ ചരിത്രങ്ങൾ, കഥകളുണ്ട് ഖുർആനിൽ. ആ കഥകളിൽ പിന്നെ പൂർണ്ണമായിട്ട് ഖുർആനിൽ വന്നതും ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ബാക്കി വിശദീകരണങ്ങളിൽ വന്നതും ഈ ഭാഗങ്ങളിൽ അങ്ങോട്ട് നമ്മൾക്ക് ശരിക്ക് ബൈബിളിൽ വന്നതും ഖുർആനിൽ വന്നതൊക്കെ ഒന്നിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതാണ് അലം തറ, നീ കണ്ടില്ലേ? റസൂലുള്ളാഹിനോടാ പറയുന്നത്, നീ കണ്ടില്ലേ? ഇലൽ മലഇ, മല എന്ന് വെച്ചാൽ പ്രമാണിമാരെന്ന, അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ ആളുകൾ. ആ പ്രമാണിമാരെ നീ കണ്ടില്ലേ? മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലിൽപ്പെട്ട അഥവാ ബനു ഇസ്രായേലിൽപ്പെട്ട പ്രമാണിമാരെ നീ കണ്ടില്ലേ? എന്താണ് ഇവിടെ പ്രത്യേകത? അവർ പറയാണ് മിൻ ബഅദി മൂസ, മൂസാ നബിക്ക് ശേഷമുള്ള ബനു ഇസ്രായേലിലെ പ്രമാണിമാർ. ബനു ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ജൂതന്മാർ. മൂസാ നബി ഇസ്രായേലിലെ പ്രവാചകനാണ്. അവസാനത്തെ നബി ആരാണ് ഇസ്രായേലിലെ? ഈസാ നബിയാണ് ജൂതന്മാരിലെ അവസാനത്തെ പ്രവാചകൻ. അവർ പറയാണ് ഇത് ഖാലു ലി നബീൻ, അവർ നബിയോട് പറഞ്ഞു, ലഹും
അവർക്കുള്ള നബി. നബിയുടെ പേര് പറഞ്ഞിട്ടില്ല ഇവിടെ. ആ റസൂൽ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചരിത്രത്തിൽ കാണുന്നത് ശമവീൽ പ്രവാചകൻ എന്നതാണ്. ആ പ്രവാചകനോട് പറഞ്ഞു, ഞാനത് വിശദീകരിക്കുന്നുണ്ട് ആ ചരിത്രം. ഇബ്അസ് ലന, ഞങ്ങൾക്ക് അയച്ചുതാ, മലിക്കൻ, എല്ലാവർക്കും അറിയാലോ, ഒരു രാജാവിനെ അയച്ചുതാ, നുഖാത്തിൽ ഫീ സബീലില്ല, എന്തിനാണ്? അള്ളാൻ്റെ മാർഗത്തിലേക്ക് പിന്നെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരു നബിയെ, ഞങ്ങൾ ഒരു രാജാവിനെ അയച്ചുതാ. കാല, ആ സമയത്ത് ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, അഥവാ ശമവീൽ പ്രവാചകൻ ബനൂ ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, ഹൽ അസൈത്തും, നിങ്ങൾ ആയേക്കുമോ, ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കി കഴിഞ്ഞാൽ, അല്ലാ തുഖാത്തിലു, യുദ്ധം ചെയ്യാതിരിക്കുമോ? ഇസ്രായേലിയരുടെ സ്വഭാവമാണിത്. കാരണം ആദ്യം ഒന്നാ പറയുക, കുറച്ച് കഴിയുമ്പോൾ എന്ത് പറയും? വേറൊന്ന് പറയും. ഇവരോട് പറയാ, ഈ പ്രവാചകനോട് പറയാണ്, ഒരു രാജാവിനെത്താ, അള്ളാൻ്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം. ഇവരെ സ്വഭാവം നന്നായി അറിയുന്ന ഈ നബി അവരോട് എന്ത് ചോദിച്ചു? അങ്ങനെ ഒരു രാജാവിനെ ഞാൻ നിങ്ങൾക്ക് അള്ളാഹിനോട് പറഞ്ഞു തരാം, തന്നു കഴിഞ്ഞിട്ട് യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? ആ സമയത്ത് കാലു, അവർ പറയാണ്, വമാലന, ഞങ്ങൾക്കെന്താണ്, ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യൂല യുദ്ധം? വമാലന അല്ലാ നുഖാത്തില ഫീ സബീലില്ല, ഞങ്ങൾ എന്തുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യില്ല? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിന, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞവരല്ലേ. വ അബ്നാഇന, ഞങ്ങളുടെ മക്കളും, അഥവാ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു, യുദ്ധം അവർക്ക് നിയമിക്കപ്പെട്ടപ്പോൾ തവല്ലു, അവരൊക്കെ പിന്മാറി. പറഞ്ഞതുപോലെ തന്നെ. എന്തുകൊണ്ട് ഈ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. യുദ്ധം നിയമിച്ചപ്പോൾ ഈ നബി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. ഇല്ല ഖലീലം മിൻഹും, കുറച്ച് ആൾക്കാർ മാത്രം ആ രാജാവിൻ്റെ കൂടെ നിന്നു. വല്ലാഹു, അള്ളയാകട്ടെ, അലീമും ബിദ്ദാലിമീൻ, അള്ളാഹ് അക്രമികളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ്. ഈ ചരിത്രം ഇത് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരണ രൂപത്തിലേക്ക് പോകുന്നില്ല. ഇസ്രായേലിയരിൽ കുറേ നബിമാർ വന്നിട്ടുണ്ട്. അങ്ങനെ മൂസാ നബിയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞ്, അഥവാ പിന്നെ അവർക്ക് അള്ളാഹു തആല ശമവീൽ എന്ന് പറയുന്ന ഒരു നബിയെ കൊടുത്തു. ആ പ്രവാചകൻ ഇസ്രായേലിയരെയും കൊണ്ട് ഫലസ്തീനിൽ പ്രവേശിച്ചു. ആ സമയത്ത് പിന്നെ അവർ 12 ഗോത്രങ്ങളുണ്ടല്ലോ ഇസ്രായേലിൽ, ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളൊക്കെ നിയമിച്ചും കൊടുത്തു. ഞാനത് ചുരുക്കമാണ് പറയുന്നത്. ഇങ്ങനെ നിയമിച്ചു കൊടുത്തിട്ട് ഈ പ്രവാചകൻ തന്നെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കും. ഇസ്രായേലിയരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ന്യായാധിപന്മാരും ചിലപ്പോൾ ഈ പ്രവാചകന്മാർ തന്നെ നിയമിക്കും. ഇങ്ങനെ നിയമിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇവർ ഈ നബി എന്താണോ പറയുന്നത് ആ പറയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഈ ശമവീൽ ജനിക്കാനൊരു കാരണമുണ്ട്. മൂസാ നബിയുടെ കുടുംബത്തിൽ തന്നെ പെട്ട പിന്നെ ഒരു യൂഷ നബി എന്ന് പറയുന്ന നബിയുണ്ട്. ആ യൂഷ നബിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആദ്യം നടന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ ഇവരെന്ത് ചെയ്തു? ഈ ഇസ്രായേലിൽ എപ്പോഴും കുരുത്തക്കേടും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായി മാറും യൂഷ നബിയുടെ കാലശേഷം. അങ്ങനെ യൂഷ നബിയുടെ കാലശേഷം ഇവർ പല നിലക്കും ബുദ്ധിമോശങ്ങളും തരികിടകളും അതുപോലെ തന്നെ കച്ചറകളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഫലസ്തീനിൽ തന്നെ പെട്ട പല ഗോത്രങ്ങളുമായിട്ട് ഇവർ വഴക്ക് കൂടുകയും ആ വഴക്കിലൊക്കെ ഇവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ഫലസ്തീനിൽപ്പെട്ട ഒരു വിഭാഗം, ഫലസ്തീനർ എന്നാണ് അവരെ പറ്റി പറയുന്നത്, അവരും ഈ ഇസ്രായേലും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ എന്ത് ചെയ്തു? ഈ ഇസ്രായേലിയരുടെ താബൂത്ത് എന്ന് പറയും, ഒരു പേടകം, അഥവാ ഈ തൗറാത്തൊക്കെ എഴുതി വെച്ച പലകകൾ, സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഒരു പേടകമുണ്ട്, അതടക്കം, അത് ജൂതന്മാർ, ഈ യഹൂദികൾ നന്നായി ബഹുമാനിക്കുന്ന ഒരു പേടകമാണത്, അവരുടെ ആ ബഹുമാനം അർഹിക്കുന്ന ഗ്രന്ഥം എന്ന നിലക്ക്. ഇതൊക്കെ ഈ വിഭാഗം കൊണ്ടുപോയി, ഏതോ ഈ ഫലസ്തീനർ എന്ന് പറയുന്ന ഈ വിഭാഗം കൊണ്ടുപോയി. അതാണ് എന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടിൽ ഈ പേടകം കൊണ്ടുപോകലോടുകൂടി ഇവരെ ശക്തി പോയി, ഇവരാകെ ടെൻഷനിലായി, പ്രയാസങ്ങളിലായി എന്ന് ധരിക്കുന്ന സമയത്താണ് അല്ലാഹു തആല ശമവീൽ പ്രവാചകനെ ഒരു കുട്ടിയെ പ്രസവിക്കുകയും
ആ കുട്ടിക്ക് ഷമവീൽ അഥവാ പ്രവാചകന്മാർ വരുന്ന പാരമ്പര്യ കുടുംബമായത് കൊണ്ട് ഈ കുട്ടിക്ക് ദുആക്ക് ഉത്തരം കിട്ടിയ കുട്ടി എന്ന നിലക്ക് ഷമവീൽ എന്ന അവരുടെ ഭാഷയിൽ ആ പേര് നൽകി. ഈ കുട്ടിയാണ് വലുതായിട്ട് പ്രവാചകനാവുകയും ഈ പ്രവാചകനോട് ഇവർ പരാതി പറയുകയും ചെയ്യാണ്. അഥവാ ഈ ഷമവീൽ പ്രവാചകന് നന്നായി പ്രായമെത്തിയപ്പോൾ നിങ്ങൾക്കും പ്രായത്തി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊരു രാജാവിനത്താ, ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം. അങ്ങനെ സമയത്താണ് ഇവർ ഇതുവരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഈ ഷമവീൽ പ്രവാചകൻ ചോദിക്കുന്നത്, അങ്ങനെ യുദ്ധം വന്നാൽ നിങ്ങൾ തിരിഞ്ഞു പോകുകയല്ലേ ചെയ്യാൻ നിങ്ങളെ പതിവ്? ഇല്ല, ഞങ്ങൾ എങ്ങനെ പോകാനാണ്? നിങ്ങൾക്കറിയില്ലേ നമ്മുടെ പേടകം അപ്പുറത്താണുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ശക്തി പോയിട്ടുണ്ട്, വീട്ടിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്, അതുകൊണ്ട് എന്തായിരുന്നാലും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ യുദ്ധം വന്നപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗവും എന്ത് ചെയ്തു? കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് കഥയുടെ ചുരുക്കം. തഫ്സീർ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനൊരു ചരിത്രം സൂറത്തുൽ ബഖറയിലുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടോ? ഇത് അള്ളാഹിൻ്റെ ഖുർആൻ ചിലപ്പോൾ നമ്മൾ നോമ്പിന് ഇങ്ങനെ ഓതിപ്പോയിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ ഒരു കഥ പറയുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഒരു രാജാവിനെ നിയോഗിക്കാനാണ് പറഞ്ഞത്. ആയത്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഏതാണ് ഒരു രാജാവ് ഇവർക്ക് ഇസ്രായേലിയർക്ക് അള്ളാഹ് വെച്ചു കൊടുത്തൊരു രാജാവ് ആരാണ്? ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ലേ? ദാവൂദല്ല. ഈ ഷമവീൽ പ്രവാചകൻ അവർക്ക് രാജാവിനെ നിയോഗിച്ചു കൊടുക്കുകയാണ്. ഒന്ന് താഴെ ഖുർആനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, വഖാല ലഹും നബിയുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ഖദ് ബഅസ ലക്കും, നിങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്നു, ത്വാലൂത്ത മലിക്ക. ആരെ? താലൂത്ത് ജാലൂത്ത് എന്ന് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിക കിസ് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പോഴത്തെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ഖദ് ബഅസ ലക്കും, നിങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ട്, ത്വാലൂത്തിനെ മലിക്ക, രാജാവായിട്ട്. ഇനി ഇസ്രായേലിയുടെ നന്ദി കേട് ചോദിക്കണം. രാജാവിനെയാണ് ചോദിച്ചത്, അള്ളാഹ് എന്ത് കൊടുത്തു? രാജാവിനെ കൊടുത്തല്ലോ. ഖാലു, അപ്പം അവർ ചോദിക്കുകയാണ്, അന്നാ യകൂനു ലഹുൽ മുൽക്ക്, അദ്ദേഹത്തിന് എങ്ങനെ അധികാരം ഉണ്ടാകുക? അലൈന, ഞങ്ങളുടെ മേൽ, വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, അദ്ദേഹത്തെക്കാൾ അധികാരം കിട്ടാൻ ആർക്കാണ് അർഹത? ഞങ്ങൾക്ക് അർഹത. എല്ലാ സമയത്തും പറഞ്ഞതുപോലെ ഇവർ പറയാൻ തുടങ്ങി, അദ്ദേഹത്തിന് എങ്ങനെ അർഹത ഉണ്ടാക്കുക? താലൂത്ത് രാജാവാകുക, ഞങ്ങളുടെ മേൽ ഞങ്ങളെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കീഴെ നിലനിൽക്കുക? മാത്രമല്ല, വലം യു ഉത്ത, അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടില്ല, സഅത്തും മിനൽ മാൽ, പണത്തിന്ന് വിശാലത. എന്ന് വെച്ചാൽ കുറേ, ഞങ്ങളത്ര ഒന്നും പണം അദ്ദേഹത്തിനില്ലല്ലോ. അപ്പോഴേ പിന്നെ ഒരു നാട്ടിൽ നടപ്പുണ്ട്, പണമുള്ള ആൾക്കാരാ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണ്ടിയെന്നല്ലേ, ആ നിലക്ക് പണ്ടേയുള്ള ശീലമായിരിക്കും അത്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളത്ര ഒന്നും പണം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളുടെ രാജാവായിട്ട് മാറുക? ഖാല, ഷമവീൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ഇസ്തഫാഹു, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആരാണ്? അള്ളയാണ്. അലൈക്കും, നിങ്ങളുടെ മേൽ രാജാവായിട്ട് അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. മാത്രമല്ല, വസാദഹു, അദ്ദേഹത്തിന് അള്ളാഹ് വർദ്ധിപ്പിച്ചു കൊടുത്തു, ബസ്തത്തൻ, വിശാലത, ഫിൽ ഇൽമി, അറിവിലും, വൽ ജിസ്മി, ബോഡിയിലും, ശരീരത്തിലും. വല്ലാഹു, അള്ളയാകട്ടെ, യുഅ്തി മുൽക്കഹു, അള്ളാഹുവിൻ്റെ അധികാരം നൽകുന്നു, മയ്യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു, അള്ളയാണ്, വാസിഉൻ അലീം, വിശാലമാണ്, അള്ളാഹ് വിശാലനാണ്, എല്ലാം അറിയുന്നവരുമാണ്. ഖുർആൻ കയ്യിലില്ലാത്ത ആൾക്കാർക്ക് പ്രയാസപ്പെടേണ്ട, ഞാൻ ഒരു ചരിത്രമാണ് വിശദീകരിക്കുന്നത്. ഒരു രാജാവിനെ പറഞ്ഞു. ഏത് പ്രവാചകനോടായിരുന്നു പറഞ്ഞത്? ഷമവീൽ പ്രവാചകനോട്. അപ്പം അള്ളാഹിനോട് ദുആ ചെയ്തു, ഒരു രാജാവിനെ കൊടുത്തു. ആരാണ് ആ രാജാവ്? ത്വാലൂത്ത്. ത്വാലൂത്തിനെ കിട്ടിയപ്പോൾ ഇവരുടെ പരാതി, ഇദ്ദേഹം എങ്ങനെയാണ് രാജാവാകുക? ഞങ്ങളാണ് അദ്ദേഹത്തെക്കാളും വലിയ ആള്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? ഈ ഇസ്രായേലിൽ വ്യത്യസ്ത ഗോത്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതിൽ പിന്നെ ലേവി ഗോത്രം എന്ന് പറയുന്നതാണ് പ്രവാചകന്മാർ വരുന്ന ഗോത്രം. യഹൂദിയ ഗോത്രം എന്ന് പറയുന്നത് ഈ ന്യായാധിപന്മാരുടെ ഗോത്രം. ബിന്യാമീൻ എന്ന് പറയപ്പെടുന്ന ഗോത്രത്തിലാണ് ത്വാലൂത്ത്. അദ്ദേഹം കാലികളൊക്കെ മേക്കുക, അതുപോലെ തന്നെ വസ്ത്രം തുന്നുക, ആ ഒരു
തീരെ താഴെക്കിടയിലെ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു ത്വാലൂത്ത്. അദ്ദേഹം രാജാവായത് ഒരിക്കലും പ്രമാണിമാർക്ക് പിടിച്ചിട്ടില്ല. ഏത് കാലത്ത് നബിമാർ വരുമ്പോൾ അങ്ങനെ തന്നെ പറയൽ, ഇതെന്ത് നബിയാ, ഞങ്ങൾ അത്ര ഒന്നും ഇല്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്തും പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ പട്ടിണി പാവങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ റസൂലിനോട് പൈസക്കാരൊക്കെ പറഞ്ഞു, റസൂലെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം, നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ വരാം, പക്ഷെ തൽക്കാലം ഈ പാവങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് മാറ്റി, ഞങ്ങൾക്കൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് വേണ്ടി ഇവരും കൂടി കിട്ടിയാൽ സാമ്പത്തികമായിട്ടും ഉപകരിക്കുമല്ലോ. അള്ളാഹ് അപ്പം തിരുത്തി സൂറത്തുൽ കഹ്ഫിൽ ആയത്തിറക്കിയിട്ട്, അല്ലേ റസൂലെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇവരിലേക്ക് ഈ പാവങ്ങളെ അവഗണിച്ച് ഇവരിലേക്ക് പോകരുത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി എന്ന ആയത്തിൽ അൽ കഹ്ഫിൽ, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മനസ്സിനെ സബൂറാക്കി നിർത്തിക്കോ. രാവിലെയും വൈകുന്നേരം അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ കൂടിക്കോ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ പണം കണ്ടിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട. ഇസ്ലാമിൽ ഒരുപാട് തെറ്റുകളുടെ ശിക്ഷയെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തെക്കുറിച്ചും ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് കുറേ ആയത്തുകൾ ഒറ്റ വിഷയത്തിലാണ് വന്നത്. ഏതാണത്? അബസ വതവല്ല എന്നുള്ള ആയത്തുകൾ. ഒരാളെ ഒന്ന് അവഗണിച്ചപ്പോഴത്തേക്ക്, അഥവാ അദ്ദേഹത്തിന് അന്ധതയുണ്ട്, അത്രയൊന്നും പണമില്ല, റസൂലുള്ളാഹി വേറെ വലിയ പണക്കാര കൂട്ടത്തിൽ ഇങ്ങനെ ദീനി ദഅവത്ത് നടത്തുകയാണ്. റസൂലുള്ളാഹി മോശം ചെയ്തതല്ല, ഇവരെ കൂടെ കിട്ടിയാൽ ഇസ്ലാമിന് ഖൈറായിരിക്കും. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മക്തും വിളിച്ചപ്പോൾ വിളി കേട്ടിട്ടില്ല. അള്ളാഹ് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആയത്തിറക്കി. അതുപോലെ തന്നെയാണ് ഈ ഇസ്രായേലിലെ പണക്കാരും. അവർ രാജാവിന് ആവശ്യപ്പെട്ട് അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് രാജാവിനെ കൊടുത്തു. ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുന്നു. ഞങ്ങൾ അംഗീകരിക്കില്ല, കാരണം ഞങ്ങളത്ര പണത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, ഇദ്ദേഹത്തിന് ഞങ്ങളുടെ അടുത്ത് രാജാവാകാൻ ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യും? പ്രവാചകൻ കൊടുത്ത ഉത്തരം, അള്ളയാണ് ഇദ്ദേഹത്തെ രാജാവായി തിരഞ്ഞെടുത്ത്. ഇതാർക്കാണ് അധികാരം രാജാവായി തിരഞ്ഞെടുക്കാൻ? അള്ളാഹുവിനാണ് തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളത്. മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തിന് അറിവിൽ വർധന നൽകി. യുദ്ധം വരുമ്പം ജിസ്മു വേണം, ബോഡി വേണം, അല്ലേ? അതും അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അധികാരം കൊടുക്കുക. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹ് വിശാലനും അറിവുള്ളവനുമാണ്. കുറേ പാഠങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഇസ്രായേലിയരുടെ നന്ദികേട്. ആ നന്ദികേടിൽ ഒരിക്കലും സമാധാനത്തിലൊരു ജീവിക്കൂല. ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ അറബി രാജ്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം. അഥവാ ഒരിക്കലും അറബികളുമായിട്ട് അവരുടെ ശരീരമോ അവരുടെ പിന്നെ ബോഡി നിറമോ ഒന്നും അറബികളുമായിട്ടൊരു ബന്ധവും ഇല്ല. എല്ലാ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് മതി, അല്ലെങ്കിൽ ബിസിനസ് കാർഡുകൾ മതി. ഇന്ന് പണം എവിടെയും വേണ്ട. ഈ പണം എല്ലാം സാറ്റലൈറ്റ് വഴി നിയന്ത്രിക്കപ്പെടുന്നു. സാറ്റലൈറ്റ് ആരുടെ കയ്യിലാണുള്ളത്? ജൂതൻ്റെ കയ്യിലാണുള്ളത്. ലോക ബാങ്കിങ് ആരുടെ കയ്യിലാണുള്ളത്? ജൂതൻ്റെ കയ്യിലാണുള്ളത്. നമ്മൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആയുധം ഇന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാലാണ് നമ്മളെ കയ്യിലേക്ക് അത് കിട്ടുക, അല്ലേ? ആ നിലക്ക് നിയന്ത്രിക്കുന്ന ജൂതൻ ഏറ്റവും സുഖത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ സമാധാനത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ജൂതൻ ഇപ്പോഴും ജീവിക്കുന്നില്ല. നന്ദികേട് കൊണ്ട് അള്ളാഹിൻ്റെ ശാപം കിട്ടിയൊരു സമുദായം എന്നുള്ള നിലക്ക് ഈ ഇസ്രായേലിൽ എല്ലാ ഭാഗത്തും മതിൽ കെട്ടുകളാണ്. എന്തിനാണ്? ഫലസ്തീനിയുടെ കല്ലേറ് പേടിച്ചിട്ട്. ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ 4 ഭാഗത്തൂടെ ക്യാമറയാണെങ്കിൽ 4 ഭാഗത്തും മിലിറ്ററി ആയിരിക്കും. എന്തിനാണത്? കല്ലുകളുമായി വരുന്ന ഫലസ്തീനിനെ പിടിച്ചിട്ട്. ശരിക്കും ഒരു സന്തോഷത്തിൽ, മനസ്സമാധാനത്തിൽ ആർക്കുറങ്ങാൻ പറ്റുന്നില്ല? അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മുസ്ലിങ്ങളിൽ നിന്ന് അവരിലേക്ക് രാജ്യം വിട്ടുകൊടുത്ത ക്രിസ്ത്യാനികൾ ഒരു ചതി നടത്തിയിട്ടാണ് ഈ രാജ്യം ജൂതൻ്റെ കയ്യിലേക്ക് പോയത്. ഇതിനെപ്പറ്റി പഠിച്ച ഏത് ചരിത്രകാരന്മാരും ഫലസ്തീന് ചരിത്രം വായിച്ച് അവർ പ്രസംഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റ് ഒരു ദിവസമുണ്ട് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ജൂതൻ്റെ കയ്യിലേക്ക് മാറുന്ന ദിവസത്തെ ചരിത്രം. അത് പറയാൻ പറ്റൂലായിരിക്കും. മുസ്ലിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റും. ഒരു ചതി ക്രിസ്ത്യാനികൾ നടത്തിയത് കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഒന്നിക്കുമെങ്കിലും ക്രിസ്ത്യനും ജൂതമതവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ന് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പോലെ തന്നെ ആരും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അവരും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ നന്ദികേട് ആ നിലക്കാണ്. നന്ദികേടിൻ്റെ ഫലം ഇന്ന് അവർ അനുഭവിക്കുന്നത് ഈ നിലക്കുമാണ്. പണ്ട് മുതലേ ഉണ്ട്, മൂസാ നബീൻ്റെ കാലം മുതലേ ഉണ്ട്.
മൂസാ നബിയോട് പറയും ഞങ്ങൾ ഫലസ്തീനിലേക്ക് കയറൂല, അവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയും, അവിടെ വലിയ പോക്കിരികളുണ്ട്, നീയും അള്ളാഹും പോയി യുദ്ധം ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ എന്ന് പറയും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പല ഭക്ഷണവും കൊടുത്തു. ഒരിക്കൽ പറയും അത് പോരാ, ഇത് വേണം, അത് കൊടുത്താൽ പറയും വേറെ നിലക്ക്. പിന്നെ പശുവിനെ ഇറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ രീതിയും അവർക്ക് വേണം. ഇങ്ങനെയായിരുന്നു ഇസ്രായേലിയരുടെ പണ്ട് മുതലേയുള്ള അവസ്ഥകളും. അങ്ങനെ തന്നെയാണ് ഒരു രാജാവിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ രാജാവിനെ കൊടുത്തവൻ നന്ദികേട് കാണിക്കുന്നു. നമ്മൾക്കുള്ള ഇതെന്താണെന്നറിയോ, നമ്മുടെ ഒരു നിലപാട് അല്ലാഹ് ഈ ആയത്ത്, അതാണ് ഈ മെസ്സേജ് നമ്മൾ എടുക്കേണ്ടത്. ഞങ്ങളത്ര പണം ഇല്ലാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് എപ്പോഴും തോന്നുന്നൊരു വിഷയമാണത്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, കുറേ ഗൾഫിലൊക്കെ വരും, ഒന്നും ഉണ്ടാകില്ല, വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകില്ല. വിദ്യാഭ്യാസവും പണവും തമ്മിലൊരു ബന്ധവും ഇല്ല. നമ്മൾ ആദ്യത്തെ പഠിച്ചു വെക്കണം, നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകം പഠിപ്പിക്കണ്ട. വിദ്യാഭ്യാസവും പണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ അല്ലേ? പിന്നെ ഒരുപാട് ഡിഗ്രിയുള്ള ചങ്ങാതി ഉണ്ടാവും, ഒന്നും ഇല്ലാത്തവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ വാട്സപ്പിൽ എന്തൊരു മെസ്സേജ്, നല്ല രസമുള്ളൊന്നും വന്നിരുന്നു, നല്ല മാർക്ക് കിട്ടിയോ ചിലപ്പം ഡോക്ടറാവും, അതിൻ്റെ താഴെ കിട്ടിയോ ചിലപ്പം വേറെന്തോ എഞ്ചിനീയറാവും, അതിൻ്റെ താഴെ കിട്ടിയോ വേറെന്തോ ബിസിനസ് തുടങ്ങിയോ, ഓനോ ഒന്നും ഇല്ലാത്ത എങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാക്കും അല്ലേ? അവസാനം ആ ഒന്നുമില്ലാത്ത ബുദ്ധിയില്ലാത്ത ചങ്ങാതിൻ്റെ കീഴിലായിരിക്കും ഈ ശമ്പളത്തിന് ആര് പണിയെടുക്കുന്നത്? ഒരു ഡോക്ടർ പണിയെടുക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് എന്താ അറിയില്ല, അത് ആ നിലക്കാണ് കാര്യങ്ങൾ പോകുക, എല്ലാവർക്കും കഴിയില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം വേറെയാണ്, പണം വേറെയാണ്. ഇവിടെ തന്നെ കണ്ടില്ലേ നിങ്ങൾ, ഒന്നും പഠിക്കാതെ വന്ന ചങ്ങാതിയായിരിക്കും ഒരുപാട് ഉഷാറായിട്ട് പോകുന്നത്. പഠിച്ച ചങ്ങാതി ആ ശമ്പളം ഇങ്ങനെ എണ്ണി ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ? അത് ആ നിലക്കുള്ളൊരു വിഷയമാണത്. പക്ഷേ കുറേ പണം കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്തൊരുത്തൻ്റെ കയ്യിലാണ് പണം കിട്ടിയെങ്കിൽ പിന്നെ അവനിക്ക് എന്താ വേണ്ടത്? പണത്തിന് ഒരു ലെവലുണ്ട്. ആ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തവൻ എന്താ ചിന്തിക്കുക പറഞ്ഞേ? കുറേ പണം കിട്ടി, പണത്തോടുള്ള പൂതി തീർന്നു, പിന്നെ എനിക്ക് എന്താ വേണ്ടത്? പിന്നെ എനിക്ക് അധികാരമാണ് വേണ്ടത്, പിന്നെ അവൻ ആളാകാൻ. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഇവിടെ എങ്ങാനും വരുമ്പോൾ അല്ലേ, അങ്ങോട്ട് 2 ലക്ഷം കൊടുത്തത്. കോബാർത്ത് ഒരാളെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയും ചെയ്തിരുന്നു. ചാനലിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ 2 ലക്ഷം അങ്ങോട്ട് പോയി കൊടുക്കും, എന്നിട്ടാണ് അവാർഡ് വാങ്ങുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? വലിയ രാഷ്ട്രീയക്കാരോ സിനിമാ നടന്മാരോ ആ വേദികളിലൊക്കെ ഇയാൾക്ക് കിട്ടണമെങ്കിൽ എന്തും വാരി കൊടുക്കും. ഇന്നയാളെ കൂട്ടുകാരനാണെന്ന് പറയാൻ, അയാളുടെ കൂട്ടത്തിൽ ഫോട്ടോയിൽ വരാൻ എന്തും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണെന്നറിയോ? പണത്തിനൊരു ലെവലുണ്ട്. ആ ലെവൽ കഴിഞ്ഞാൽ പിന്നെ 4 ആൾ എന്നെ എന്ത് ചെയ്യണം? അറിയപ്പെടണം. ഇതുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളോ തൻ്റെ അത്ര ഇയാളൊന്നും പോരാ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയോ അധികാരമായിട്ടോ രാജാവായിട്ടോ അതല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും നേതാവായിട്ടോ ഒരു ആളാകുമ്പോൾ പണക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇയാളെ കീഴിൽ ഞങ്ങൾ പറ്റില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ ജൂതന്മാർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്. ജൂതന്മാർ പറഞ്ഞില്ലേ, ജൂതന്മാർ ഫലസ്തീനിൽ നിന്ന് മദീനയിലേക്ക് വന്നത് പോലും ഈ മുഹമ്മദ് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റസൂലുള്ള വന്നപ്പോൾ അറബികളിൽ നിന്നായിപ്പോയി. ഓരെന്ത് വിചാരിച്ചിരുന്നു? ജൂതന്മാരിൽ നിന്നാണ് നബി വരിക എന്നാ. പക്ഷെ അറബികളിൽ നിന്ന് നബി വന്നപ്പോൾ ഒരാകെ മാറിപ്പോയി. ഇയാൾ ഞങ്ങൾ അംഗീകരിക്കൂല. മുശ്രിക്കീങ്ങളെ തന്നെയാണ് പറഞ്ഞത്, ഇവനെ ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയൂല. ഈ ഒരു സ്വഭാവം നമ്മൾക്കൊക്കെ ഉണ്ട്. നമ്മളെ ഓഫീസിലായിക്കോട്ടെ, നമുക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞത്. നമ്മളെ ഓഫീസിൽ നമ്മളെക്കാൾ 2 വർഷം ശേഷം വന്നൊരു വ്യക്തിയെ മാനേജറാക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ശ്വാസം മുട്ടുണ്ടാവും. അവിടെ ഒരു കാര്യവും ഇല്ല. നമ്മളെ പള്ളിയിൽ വേറെ ആരെങ്കിലും പ്രസിഡൻ്റ് ആയി കഴിഞ്ഞാൽ കഴിയില്ല. ഇസ്ലാമിക നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വഇൻ, നിങ്ങൾക്ക് ഒരു കറുത്ത കാപ്പിരിയാണ്, വഇൻ അമ്മറ അലൈക്കും അബ്ദൻ ഹബഷിയൻ, ഒരു ആഫ്രിക്കയിലെ കറുത്ത കാപ്പിരിയാണ് നിങ്ങൾക്ക് ലീഡറായി വന്നതെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരിക്കാത്തവനെ കൊല്ലണം എന്ന ഇസ്ലാമിലെ വിധി. ഒരു നേതൃത്വം ഉണ്ടായിട്ട് അതിനനുസരിക്കാത്തവനെ ഫക്തുലു. കാരണം ഈ മില്ലത്ത് പെട്ടൊരുത്തനല്ല. അപ്പോൾ നേതൃത്വം എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ആ തെറ്റിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട നേതാവും ഭരണാധികാരികളും നിസ്കരിക്കുന്ന കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അത് ഏത് നാട്ടിലാണെങ്കിലും. ഇവിടെയൊക്കെ പിന്നെ ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, പിന്നെ ഇവരും സൗദി അറേബ്യയുണ്ട്, അമേരിക്കനെ കൂട്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെ, ഇവർക്ക് ദീനില്ല. ആരായി പറയുന്നത്? അതിൻ്റെ പകുതി ഇല്ലാത്തൊരുത്തനേക്കും പറയുന്നത്. നമ്മൾ ഇസ്ലാമിക നിർദ്ദേശം എന്താ? 5 നേരം നിസ്കരിക്കാൻ, 5 നേരം പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ കടകൂട്ടാൻ പറഞ്ഞിരുന്നില്ലേ അല്ലേ? ഈ ആളുകളെ ഇവർ ആ നിസ്കാരം നിലനിർത്തുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിച്ചുകൊണ്ടിരിക്കണം. ബാക്കി ആരുടെ കയ്യിലാണുള്ളത്? അള്ളാഹിൻ്റെ അടുത്താണുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ചിന്ത വരുന്നത്? കിബിർ വരുന്നത് കൊണ്ടാണ്. നമ്മളെക്കാൾ താഴെയുള്ള ഒരാളെ നമ്മൾ ഒരു കൂട്ടുകെട്ടിന് പോലും കൂട്ടില്ല. അയാളുടെ കയ്യിൽ കുറച്ച് പണം കുറവുണ്ട്, അതുകൊണ്ട് നമ്മളെ ഫാമിലി സെറ്റപ്പിൽ അയാൾ വേണ്ട, നമ്മളെ പിന്നെ
കൂട്ടത്തിൽ അദ്ദേഹത്തെ പറ്റൂല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, അദ്ദേഹം നമ്മുടെ കൂടെ ചേർന്നതല്ല. ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലത്തും ഈ നിലക്കുള്ള സ്വഭാവം നമ്മൾക്കുണ്ട്. അത് നമ്മളും മാറ്റിയെടുക്കുക. ഉണ്ടോ ഇല്ലെന്ന് ഓരോരുത്തരാണ് ചിന്തിക്കേണ്ടത്. സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ ഉണ്ടാവും അല്ലേ, ഓനെ പറ്റൂല ഇവളെ പറ്റൂല. അത് ആ നിലക്ക് നമുക്കൊരു അഹങ്കാരം ഒന്നോ ഈ ഒരു സ്വഭാവം നമ്മൾ മാറ്റുക. ഇത് ജൂതന്മാരിൽ അവർ ശപിക്കപ്പെടാൻ പല കാരണങ്ങളിൽ ഒന്നിതാണ് ഈ അഹങ്കാരമാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിലും എന്തുണ്ടാകണം? എപ്പോഴും വിനയവും ആരെയും അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. നമ്മളെക്കാൾ കഴിവിലല്ല, നമ്മളെക്കാൾ ഈ പണത്തിലും മറ്റൊക്കെ ഏതെങ്കിലും കുറവ് വരുന്ന ഒരാൾ അമീറാകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, നമ്മളതിൽ തവക്കുലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അള്ളാഹ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു, ഇതുപോലെ നമ്മൾക്ക് ഒരാൾ നിയമിക്കപ്പെട്ട് കഴിഞ്ഞു, അമീറായി, ലീഡറായി, പിന്നീട് അത് എവിടെയും നമ്മൾ എന്ത് ചെയ്യരുത്? ലംഘിക്കേണ്ടതില്ല. ഇത് ആ തീരുമാനം അംഗീകരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഹൈറ് കിട്ടുന്നത് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇത്രയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ത്വാലൂത്തിന് അള്ളാഹ് രാജാവായി കൊടുത്തു. എന്നിട്ട് ജാലൂത്ത് എന്ന് പറയുന്ന ആ വിഭാഗവുമായിട്ട്, ആ വ്യക്തിയോ അത് ടീം ലീഡറോ എന്തോ ആകട്ടെ, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അവരുമായിട്ടുള്ള യുദ്ധം, അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ കുറേ ആയത്തുകൾ എടുക്കുന്നില്ല, കാരണം ലണ്ഡ് ഖുർആൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ പുറം ഭാഗത്തു കൂടി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ്. ആദ്യം പറഞ്ഞ ആയത്തിൽ, അഥവാ 7 സൽക്കർമ്മങ്ങൾ മരിച്ചാലും ഖബറിൽ ഖിയാമത്ത് വരെ കൂലി കിട്ടുന്ന കാര്യം, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന കൂലിയുടെ കാര്യം, ഒപ്പം ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഏതെങ്കിലും ഹൈറ് നൽകിയാൽ നമ്മൾക്ക് ലഭിക്കാത്തത് നമ്മൾ വിചാരിക്കുന്ന വേറൊരു വ്യക്തിക്ക് കിട്ടിയാൽ അയാളോട് അസൂയയോ നമ്മുടെ പണം കൊണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ആകണം എന്ന് വിചാരിക്കുന്നതോ ഒരിക്കലും നമ്മൾക്ക് പാടില്ലാത്തതാണ്. എപ്പോഴും ആ വിഷയം ശ്രദ്ധിക്കുക. അഹങ്കാരമാണ് പലപ്പോഴും നമ്മളല്ലാതാക്കുന്നത്. ഞാൻ വലിയ ആളാണ് അല്ലേ, അനാനിയത്ത് എന്ന് അറബി പറയുക. ഞാൻ അങ്ങനെയാ പറയുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ പറയുക. അത് എപ്പോഴും ശീലിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ ആകരുത്. വിനയമാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരാണ് റസൂൽ എന്ന് അറിയില്ലായിരുന്നു. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ മൻ മിൻകും മുഹമ്മദ് ചോദിക്കും, ആരാ മുഹമ്മദ്? കാരണം എന്താ? ഇരിക്കുന്ന കണ്ടാൽ അറിയില്ല. യാത്രയിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരാൾ വിറക് കൊണ്ടുവരുമ്പോൾ റസൂലുള്ള കല്ല് കൊണ്ടുവരും. ആ അടുപ്പ് കൂട്ടാൻ കല്ല് വെക്കും. ഓരോന്നിനും പറയും സഹാബികൾ അങ്ങനെയായിരുന്നു അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് പാല് കറന്നത് ആരാണ്? ആടിൻ്റെ? ഈ അബൂബക്കറായി, ഇനി മുതൽ കിട്ടില്ലല്ലോ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ആടിൻ്റെ പാല് കറന്ന ആളെന്നെ നാളെ എന്ത് ചെയ്യും? പാല് കറക്കും. ആരാണ് പറയുന്നത്? നാളെ ഖലീഫയായിട്ടുണ്ട് എന്നിട്ടാ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, എപ്പോഴും സഞ്ചരിക്കും. ഒരിക്കലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൂരയിൽ നിന്ന് ഒരു കൂരക്ക് പുറത്തൊരു വൃദ്ധനുണ്ട്, ഉള്ളിൽ നിന്ന് സ്ത്രീ കരയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് ചോദിക്കുന്നു. ഇപ്പോൾ ഈ വൃദ്ധൻ ദേഷ്യം പിടിച്ചു, എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് പോയിക്കൂടെ, മാറിപ്പോയിക്കോ എൻ്റെ മുമ്പ് എന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, അതൊക്കെ അറിയില്ല, ഇത് ഖലീഫയാണെന്നറിയില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറ, സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കല്ലോ. ഇപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഭാര്യ പ്രസവ വേദനയിട്ട് കരയാണ്. ഉമർ വേഗം വീട്ടിലേക്ക് പോയി സ്വന്തം ഭാര്യയെ കൊണ്ടുവന്നു. അഥവാ രാജാവിൻ്റെ ഭാര്യയാണ് കൊണ്ടുവരുന്നത്. ആ ടെൻ്റൊക്കെ കയറ്റി ഉമറും വൃദ്ധനും പുറത്തു നിന്നു. ആ പെണ്ണ് പ്രസവിച്ചു. അതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തത് രാജാവിൻ്റെ ഭാര്യ, ഖലീഫയുടെ ഭാര്യ. ഉമറിൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ല. സന്തോഷം കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി, അമീറുൽ മുഅ്മിനീൻ കൂട്ടുകാരൻ്റെ ഭാര്യ പ്രസവിച്ചു. അപ്പോഴാണ് ഈ വൃദ്ധൻ എന്ത് ചെയ്യുന്നത്? അത്ഭുതപ്പെടുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളാരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു, അഥവാ റോമൻ സാമ്രാജ്യങ്ങളെപ്പോലും വിറപ്പിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന്. ഇതാണ് സഹാബികളുടെ വിനയം. നമ്മൾക്ക് അത്രയൊന്നും വേണ്ട, അതിൻ്റെ പകുതിയും വേണ്ട. കാൽഭാഗത്തിലേക്ക് നമ്മൾക്ക് ഇച്ചിരി കിട്ടുമ്പോഴത്തേക്ക് നമ്മളവിടെ തോങ്ങ്. ഇപ്പം കുറഞ്ഞു. പണ്ട് ആദ്യമൊക്കെ ഗൾഫുകാരെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 5.5 കിബറൊക്കെ വേറെ തന്നെയായിരുന്നു. ഇപ്പം നാട്ടിലേക്ക് ചൈന സാധനത്തിന് അത്ര വിലയില്ലാത്ത ആളുകളായി മാറിയെന്നേ ഉള്ളൂ അല്ലേ. പണ്ടാരോ കളിച്ച കിബറിൻ്റെ ഫലമായിരിക്കും അത്. പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഗൾഫിൽ നിന്ന് ആരോ നാട്ടിൽ പോകുമ്പോൾ 3 ദിവസം ലീവ് എടുത്തിട്ടുണ്ടാകും കുറേ കൂട്ടുകാരൊക്കെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പോയാൽ ഒന്ന് കാണുമ്പോൾ കൂടി മൈൻഡ് ചെയ്യൂല. ജാനിലയിലേക്ക് എത്തി. അള്ളാഹു കാക്കട്ടെ, തമാശ പറഞ്ഞ കേട്ടോ. ഇത്
നമ്മുടെ അഹങ്കാരം എന്തുണ്ടോ അത് ഇവിടെ തന്നെ അള്ളാഹ് എന്ത് ചെയ്യും, തരും. ഒരു ചരിത്രമാണത്. ഫിർഔനിൻ്റെ ചരിത്രം അതാണ്. ഫിർഔൻ പറഞ്ഞൊരു വാചകമുണ്ട്, നൈൽ നദി എൻ്റെ കാൽച്ചുവട്ടിലൂടെ ഒഴുകുന്നുണ്ട്, ഇതിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ആ നൈൽ നദിയെ അള്ളാഹ് എങ്ങനെ ഒഴുക്കി കൊടുത്തു? ഫിറോവിൻ്റെ തലക്ക് മുകളിലൂടെ അള്ളാഹ് ഒഴുക്കി കൊടുത്തു. അതിൽ അള്ളാഹ് എന്ത് ചെയ്തു? മൂക്കി കൊന്നു കളഞ്ഞു. കിബർ കളിച്ച ആളുകൾക്ക് തന്നത് അതാണ്. അതുപോലെ തന്നെ ഖാറൂൻ അല്ലേ, മുസ്ലിമാണ്, ബനു ഇസ്രായേൽ വലിയ പൈസക്കാരനാണ്, കിബർ കളിച്ചു, മണ്ണിനടിയിലേക്ക് അള്ളാഹ് എന്ത് ചെയ്തു? താഴ്ത്തിക്കളഞ്ഞു. ഇത് ലോകത്തൊരു പാടാണ്. കയ്യിൽ ഇച്ചിരി ഉണ്ടാകുമ്പോഴത്തേക്ക് കിബർ കളിച്ചാൽ ഇത് അള്ളാഹ് ഇവിടെ നിന്ന് തന്നെ തരുന്ന സാധനമാണ്, ശിക്ഷയാണത്. അതുകൊണ്ട് കിട്ടും തോറും നമ്മൾക്ക് എന്താ കൂടേണ്ടത്? വിനയമാണ് കൂടേണ്ടത്. അള്ളാഹിനെ മറക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണത് നൽകേണ്ടത്. അള്ളാഹിനെ എപ്പോഴും ഓർക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മൾ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.